സ്നേഹമുള്ളവരെ, 2024 ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. സ്പിരിച്വൽ ട്യൂബിൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ: 1. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ എന്തു ചെയ്തു? ഉത്തരം: തിന്മ. 2. കർത്താവ് അവരെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഉത്തരം: മിദിയാൻകാരുടെ കയ്യിൽ. 3. ഇസ്രായേൽ ജനത്തെ മിദിയാൻകാരുടെ കയ്യിൽ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം: 7 വർഷത്തേക്ക്. 4. ആരെ ഭയന്നാണ് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത്? ഉത്തരം: മിദ്യാൻകാരെ ഭയന്ന്. 5. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ ആരെല്ലാം വന്നാണ് അവരെ ആക്രമിച്ചിരുന്നത്? ഉത്തരം: മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും. 6. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ചു. ഡാഷിൻ്റെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. 6:4 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ഗാസയുടെ. 7. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് എന്തെല്ലാം ശേഷിച്ചില്ല? ഉത്തരം: ആടോ മാടോ കഴുതയോ. 8. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും ആയി ഡാഷിനെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. പൂരിപ്പിക്കുക. ഉത്തരം: വെട്ടുകിളി പോലെ. 9. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. ആരെക്കുറിച്ചാണ് 6:5 ഇപ്രകാരം പരാമർശിക്കുന്നത്? ഉത്തരം: മിദ്യാൻകാരെക്കുറിച്ച്. 10. മിദ്യാൻകാർ നിമിത്തം ആരാണ് വളരെ ശോഷിച്ചത്? ഉത്തരം: ഇസ്രായേൽ. 11. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു ഡാഷിനെ അയച്ചു. ആരെയാണ്? ഉത്തരം: പ്രവാചകനെ. 12. ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ ഇറക്കിക്കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം: ദൈവമായ കർത്താവ്. 13. ആരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചത്? ഉത്തരം: ഈജിപ്തുകാരുടെയും പീഡകരുടെയും. 14. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ ആരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുതെന്നാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: അമോര്യരുടെ ദേവന്മാരെ. 15. കർത്താവിൻ്റെ ദൂതൻ എവിടെ വന്നാണ് ഇരുന്നത്? ഉത്തരം: ഓഫ്രായിൽ നിന്ന് ഓക്കുമരത്തിൻ്റെ കീഴിൽ ഇരുന്നു. 16. യോവാഷ് ഏത് വംശജനായിരുന്നു? ഉത്തരം: അബിയേസർ. 17. ഗിദെയോൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം: യോവാഷ്. 18. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ ആര് കാണാതിരിക്കാൻ വേണ്ടിയാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം: മിദ്യാൻകാർ. 19. ഗിദെയോൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഉത്തരം: ധീരനും ശക്തനും. 20. മനാസയുടെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലമായ വംശം ആരുടേതാണ്? ഉത്തരം: ഗിദെയോൻ്റെ വംശം. 21. തൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനായ താൻ ആണെന്ന് ചിന്തിച്ചിരുന്നത് ആരാണ്? ഉത്തരം:
ഗിദെയോൻ 22. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ ദിഗ്ഗ്രഹിക്കും. ആരോട് പറഞ്ഞതാണ്? ഉത്തരം, കർത്താവ് ഗിദെയോനോട് പറഞ്ഞു. 23. ഗിദെയോൻ കർത്താവിനോട് ചോദിച്ച അടയാളം 6:18 പ്രകാരം എന്തായിരുന്നു? ഉത്തരം, ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുത്. 24. ഗിദെയോൻ വീട്ടിൽ പോയി കർത്താവിന് കാഴ്ച ഒരുക്കിയത് എങ്ങനെയാണ്? ഉത്തരം, ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. 25. ഗിദെയോൻ കർത്താവിന് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം, ഏഫ മാവ് കൊണ്ട്. 26. ഗിദെയോൻ ഡാഷ് ഒരു കുട്ടയിലും ഡാഷ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. 6:19 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും. 27. ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ വയ്ക്കാനാണ് ദൂതൻ ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം, പാറമേൽ. 28. കർത്താവിൻ്റെ ദൂതൻ എന്തുകൊണ്ടാണ് പാറയിൽ വച്ചിരുന്ന ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടത്? ഉത്തരം, കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട്. 29. കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം, പാറയിൽ നിന്ന് തീ ഉയർന്ന് അവ ദഹിപ്പിച്ചു കളഞ്ഞു. 30. ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം, ഗിദെയോൻ്റെ. 31. ഗിദെയോൻ കർത്താവിന് വേണ്ടി പണിത ബലിപീഠത്തിനിട്ട പേര് എന്താണ്? ഉത്തരം, യാഹ്വേ ഷലോം. 32. ഈ ബലിപീഠം ഇന്നും എവിടെ ഉണ്ടെന്നാണ് 6:24 പറയുന്നത്? ഉത്തരം, അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. 33. കർത്താവ് ഗിദെയോനോട് എത്ര വയസ്സുള്ള പിതാവിൻ്റെ കാളയെ കൊണ്ടുവരാനാണ് കൽപ്പിച്ചത്? ഉത്തരം, 7 വയസ്സുള്ള. 34. കർത്താവ് ഗിദെയോനോട് എന്ത് ഇടിച്ചു നിരത്തുവാനും എന്ത് വെട്ടിവീഴ്ത്തുവാനുമാണ് കൽപ്പിച്ചത്? ഉത്തരം, ബാലിൻ്റെ യാഗപീഠവും അശേര പ്രതിഷ്ഠയും. 35. ദൈവമായ കർത്താവിന് ബലിപീഠം പണിയാൻ എവിടെയാണ് നിർദ്ദേശിച്ചത്? ഉത്തരം, ദുർഗത്തിൻ്റെ മുകളിൽ. 36. രണ്ടാമത്തെ കാളെ ദഹനബലിയായി അർപ്പിക്കേണ്ടത് 6:26 പ്രകാരം എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം, അശേര പ്രതിഷ്ഠയുടെ തടി ഉപയോഗിച്ച്. 37. ഗിദെയോൻ ആരെയും കൂട്ടിയാണ് രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിച്ചത്? ഉത്തരം, വേലക്കാരിൽ 10 പേരെയും. 38. ഗിദെയോൻ എപ്പോഴാണ് ദഹനബലി അർപ്പിച്ചത്? ഉത്തരം, രാത്രിയിൽ. 39. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ. ആരെക്കുറിച്ച് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, യോവാഷ് ബാലിനെക്കുറിച്ച് പട്ടണവാസികളോട്. 40. അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ഡാഷ് എന്ന് അവന് പേര് ലഭിച്ചു. 6:32 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, ജെറുബ്ബാൽ. 41. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് എവിടെയാണ് താവളമടിച്ചത്? ഉത്തരം, ജസ്രയേൽ താഴ്വരയിൽ. 42. കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് ആവസിച്ചത്? ഉത്തരം, ഗിദെയോനിൽ. 43. ഗിദെയോൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ ആരോടാണ് ആഹ്വാനം ചെയ്തത്?
ഉത്തരം അബിയേസർ വംശജരോട്. 44. ഡാഷ് ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗിദെയോൻ സന്ദേശവാഹകരെ അയച്ച് തന്നോട് ചേരാൻ അവരെ വിളിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം മനാസെ ഗോത്രത്തിൻ്റെ. 45. മനാസെ ഗോത്രത്തെ കൂടാതെ ഗിദെയോനോട് ചേർന്ന് മറ്റു ഗോത്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ആഷേർ, സെബുലൂൺ, നഫ്താലി ഗോത്രങ്ങൾ. 46. ഗിദെയോൻ്റെ കയ്യാൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് മനസ്സിലാക്കാൻ അവൻ കളത്തിൽ വിരിച്ചത് എന്താണ്? ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം. 47. തൻ്റെ വിജയത്തിൻ്റെ അടയാളമായി ഗിദെയോൻ എന്താണ് കർത്താവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്യുക. 48. അതിരാവിലെ അവരെഴുന്നേറ്റ് ഡാഷ് പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. പൂരിപ്പിക്കുക. ഉത്തരം വസ്ത്രം. 49. ഗിദെയോൻ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു? ഉത്തരം രോമവസ്ത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഴത്തുള്ളി വീഴുന്നതും. 50. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. ഡാഷ് ഉണങ്ങുകയും ഡാഷ് മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. 6:40 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വസ്ത്രം മാത്രം, നിലം മുഴുവനും. താങ്ക് യു വെരി മച്ച്.